കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയ പോലീസിന്റെയും ATSന്റെയും നീക്കം ഇനി ആരിലേക്ക്? ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെ പിടികൂടുകയാണ് ലക്ഷ്യമെങ്കിൽ അതത്ര എളുപ്പമാണോ? മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 4 തോക്കുകൾ പെരുമ്പാവൂർ അനസിന്റേതെന്നാണ് റിയാസിന്റെ മൊഴി. ആ തോക്കുകളുടെ ഉറവിടം കണ്ടെത്തണമെങ്കിൽ അനസിനെ പിടികൂടണം. അനസിന് വിശ്വസ്തരെ പൂട്ടി ഗുണ്ടാ നേതാവിനെ നാട്ടിലെത്തിക്കാനാകും അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള തന്ത്രങ്ങൾ. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകളുടെ ചുവട് പിടിച്ചാണ് പോലീസിന്റെയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും അന്വേഷണം പുരോഗമിക്കുന്നത്. പെരുമ്പാവൂരിലെ റെഡിമെയ്ഡ് ഷോപ്പിലെ സെയിൽസ്മാനിൽ നിന്ന് കൊച്ചിയിലെ ഗുണ്ടാത്തലവനായി മാറിയ ആളാണ് പെരുമ്പാവൂർ അനസ്. റീൽസുകൾ ഇറക്കി യുവാക്കളെ ആകർഷിച്ച് വലിയൊരു ആരാധകവൃന്ദം ഉണ്ടാക്കി. അങ്ങനെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചെറുപ്പക്കാരെ കണ്ടെത്തി കൊച്ചിയിൽ പുതിയൊരു അധോലോകം സൃഷ്ടിച്ചു. അവരുടെ കയ്യിൽ തോക്കും ആയുധങ്ങളും കൊടുത്തു. പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ട സാമ്രാജ്യം പടുത്തുയർത്തിയത് അങ്ങനെയാണ്. പറവൂർ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്നും 2 റിവോൾവറും 2 എയർ പിസ്റ്റലും കണ്ടെത്തിയ സംഭവത്തിൽ റിയാസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അനസിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ലഭിച്ചത്. പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത തോക്കുകൾ അനസിന്റേതാണെന്നാണ് റിയാസിന്റെ മൊഴി. ഭീകരവിരുദ്ധ സ്ക്വാഡ് DIG പുട്ട വിമലാദിത്യയുടെയും എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തോക്കുകളും 30ഓളം തിരകളും കത്തികളും കണ്ടെടുത്തത്. മാവിൻ ചുവട് മുബാറക് വധക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ റിയാസ അനസിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. റിയാസിന്റെ പക്കൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങൾ അനസിന്റേതാണെങ്കിൽ ഇനി അറിയേണ്ടത് അതിന്റെ ഉറവിടമാണ്. റെയ്ഡിൽ അനസിന്റെ മറ്റൊരു കൂട്ടാളിയുടെ വീട്ടിൽ നിന്ന് റിവോൾവർ സൂക്ഷിക്കുന്നതിനുള്ള ഉറയും കൈവിലങ്ങുകളും എയർ പിസ്റ്റലുകളിൽ ഉപയോഗിക്കുന്ന ഒരു ബോക്സ് പെല്ലറ്റുകളും കണ്ടെത്തിയിരുന്നു. പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ള ഒരാൾ താമസിച്ചിരുന്ന തമിഴ്നാട്ടിലെ ആനമലയിലുള്ള വീട്ടിലും ഇപ്പോൾ താമസിക്കുന്ന ഗുരുവായൂരിലെ ഫ്ളാറ്റിലും പോലീസ് പരിശോധന നടത്തി. റെയ്ഡിൽ ഒരു വടിവാൾ കണ്ടെത്തിയിട്ടുണ്ട്. അനസിന്റെ സുഹൃത്തും പെരുമ്പാവൂർ സ്വദേശിയുമായ ഷാജി പാപ്പൻ എന്ന ഷാജിയുടെ പെരുമ്പാവൂരിലുള്ള വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തിയെങ്കിലും ആയുധങ്ങളോ തെളിവുകളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വയനാട്ടിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനസും കൂട്ടാളികളും താമസിച്ചിരുന്ന ഒരു റിസോർട്ടിന്റെ പുറകുവശത്തുള്ള ഭൂമിയിൽ തോക്കുകൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും വയനാട് ജില്ലാ ബോംബ് ഡിറ്റക്ഷൻ സംഘവും പരിശോധന നടത്തിയിരുന്നു. റെയ്ഡ് വിവരം പുറത്തായതോടെ ഒളിവിൽ പോയ മറ്റ് സംഘങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ്. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ അനസിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ന്യൂസ് 18 കൊച്ചി.